നമ്മുടെ ശീലങ്ങളിൽ അഹങ്കാരമുണ്ടെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ശത്രുവിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ മതിയാകും. എനിക്ക് ആരെയും വേണ്ടെന്ന അഹങ്കാരം പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ എനിക്ക് ആരെയെങ്കിലും ആവശ്യമായി വരുമെന്ന് അനുഭവം പറയുന്നു. ബഹുമാനം എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതൊരു നിക്ഷേപം പോലെയാണ്. നാം മറ്റുള്ളവർക്ക് എന്തു നൽകിയാലും അത് പലിശ സഹിതം നമുക്ക് തിരികെ ലഭിക്കും. കഷ്ടപ്പെടുന്നവൻ പിന്നീട് സന്തോഷവാനാകും, എന്നാൽ കഷ്ടപ്പെടുത്തുന്നവൻ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളെ സമ്പാദിക്കാൻ ഏറ്റവും മോശം ദിവസങ്ങളോട് നിങ്ങൾ പോരാടേണ്ടതുണ്ട്. വേവലാതി ഒരു സമയം പാഴാക്കലാണ്. അത് ഒന്നിനെയും മാറ്റുന്നില്ല. അത് നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയും ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ തിരക്കിലാക്കി മാറ്റുകയും ചെയ്യുന്നു. രഹസ്യങ്ങളും കള്ളങ്ങളും ഇല്ലാതെ നിങ്ങൾ എന്തും പറയുമ്പോഴാണ് പരസ്പരം ബന്ധം നിലനിൽക്കുന്നത്. നീയായിരിക്കുക. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടേണ്ടതില്ല, നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതുമില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണത്. മാറ്റമില്ലാതെ പുരോഗതി അസാധ്യമാണ്. മനസ്സു മാറ്റാൻ കഴിയാത്തവർക്ക് ഒന്നും മാറ്റാനാവില്ല. വെള്ളമൊഴിച്ച് വളർത്തിയ ചെടി ഇന്നേ വരെ വൻ വൃക്ഷമായി വളർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി മാറിയിട്ടുള്ളൂ. അമ്മയോടുള്ള സംസാരത്തിൽ മൂർച്ചയുള്ള വാക്കുകൾ കടന്നു വരുമ്പോൾ അമ്മയാണ് നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് എന്ന് ഓർമ്മ വേണം. എല്ലാ സൗഹൃദത്തിലും പിന്നിലും സ്വാർത്ഥ താല്പര്യമുണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദമില്ല എന്നത് കൈപ്പുള്ള ഒരു സത്യമാണ്. നിങ്ങൾ തെറ്റുകാരല്ലാത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മോശമായി മാത്രം സംസാരിക്കുന്ന ആളുകളുമായി അത് ചർച്ച ചെയ്യാതിരിക്കുക. ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ കഴിയുന്നതും അത് പാലിക്കാൻ നോക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെയാണ്. മോശമായതെന്തും നിങ്ങളിലേക്ക് പെട്ടെന്നെടുക്കും. പക്ഷേ നല്ലത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരിക്കൽ നിങ്ങളോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നവരുമായി പിന്നീട് പിണക്കം മാറിയാലും അധികം അടുത്ത് ഇടപഴകാതിരിക്കുക. മൗനത്തോളം ശക്തമായ ഒരു ഭാഷയില്ല, മൗനത്തോളം ശക്തമായ ഒരു ശിക്ഷയുമില്ല. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ എന്തുകൊണ്ടും നല്ലത് മൗനം തന്നെയാണ്.